21-ാം നൂറ്റാണ്ട് പിറന്നന്റെ കോഴിക്കോട്ടൊരു പ്രസംഗം നടത്തിയവരെ, സോറി എറണാകുളത്തെ മാധവിക്കുട്ടി എന്ന കമലാസുറയ്യ അവര് പ്രസംഗിച്ച വാക്ക് അതുപോലെ ഞാൻ പറയാം. ഒരു വളർത്തുനായ ഭക്ഷണം കൊടുക്കുന്ന യജമാനനെ കാണുമ്പോ വാലാട്ടുന്നത് പോലെ ആത്മാവിന്റെ പിന്നാലെ ശരീരത്തെ ഞാൻ കൊണ്ടു നടന്നു. എനിക്കൊരുപാട് പണമുണ്ടായിരുന്നു. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റഴിഞ്ഞു. ലോക വിപണിയിൽ എന്റെ പുസ്തകങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടായി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിലും ഞാനൊരു ഗസ്റ്റ് ലെക്ചറായി മാറി. നാലപ്പാട്ട് തറവാട്ടിലെ നീർമാതളത്തിന്റെ ചുവട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്നു കൊണ്ട് ഞാൻ എഴുതിയ കഥയും കവിതയും ലോകത്തെ ഫാൻസി ഡ്രസ് എന്ന ഇംഗ്ലീഷ് പോയം, അത് ഇംഗ്ലീഷ് എന്റെ കവിത പല യൂണിവേഴ്സിറ്റികളിലും പാഠപുസ്തകമായി മാറിയെങ്കിൽ വ്യക്തിപരമായി എനിക്ക് അല്പം സമാധാനത്തിന്റെ കുറവുണ്ടായിരുന്നു. ഇന്ന് ആ സമാധാനത്തിന്റെ കുറവില്ല. 1400 കൊല്ലം മുമ്പ് മക്കയിലൊരു പൂമഴ പെയ്തു. 23 കൊല്ലം ആ മഴ തകർത്ത് തിമർത്ത് പെയ്തു. മദീനയിൽ പെയ്ത ആ മഴ 23 വർഷക്കാലം തകർത്ത് തിമർത്ത് പെയ്ത മഴ മദീനയിൽ വെച്ചുകൊണ്ട് തോർന്നുപോയി. 1400 കൊല്ലത്തിന് ശേഷം പുന്നയൂർ കുളത്തിനടുത്തുള്ള നാലപ്പാട്ട് തറവാട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്ന് കാവിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ഞാൻ കൈ നീട്ടിയപ്പോ 2 തുള്ളി എന്റെ കൈവെള്ളയിൽ വന്ന് വീണു. എന്റെ കൈവെള്ളയിൽ വന്ന് വീണ ആ മഴത്തുള്ളി എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ ആത്മാവ് ശാന്തിയായി. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തും ജൂലിയസ് സീസറും വായിച്ച മാധവിക്കുട്ടിയുടെ മനസ്സിന് സാന്ത്വനം നൽകാൻ അതിന് കഴിഞ്ഞില്ല. മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന പുസ്തകം വായിച്ച മാധവിക്കുട്ടിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ആത്മാവിനെ പ്രചോദനം നൽകാൻ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടാഗോറിന്റെ ഗീതാഞ്ജലിയും അതേപോലെ ടോൾസ്റ്റോയുടെ ഗ്രന്ഥങ്ങളും ആർതർ കോണൻ ഡോയിലിന്റെ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ല മുതൽ അഗതാ ക്രിസ്റ്റിയുടെ 13 പ്രോബ്ലംസ് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്തൊന്നും കാണാത്ത സമാധാനം നിരക്ഷരനായ മുഹമ്മദിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് 21-ാം നൂറ്റാണ്ടിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന സൂര്യന്റെ സപ്തകിരണങ്ങൾ ഭൂമിയെ ഉമവെച്ചപ്പോ എറണാകുളത്തിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു സാഹിത്യകാരി നമ്മോട് വിളിച്ചു പറഞ്ഞെങ്കിൽ മുഹമ്മദീയ ചരിത്രം, മുഹമ്മദീയ ഹിസ്റ്ററി, സയ്യിദിന മുഹമ്മദ് മുസ്തഫ. അതൊരു പാതിരാ പ്രസംഗത്തിന്റെ വാക്കായി നിങ്ങൾ കാണേണ്ട. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദീയ ദർശനത്തിന്റെ ചരിത്രമാണ് സയ്യിദിന മുഹമ്മദ് മുസ്തഫ. സലാത്ത് ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും പേര് വെക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ഗ്രന്ഥമായ ഖുർആൻ കൊടുത്ത് അനുഗ്രഹിക്കപ്പെടുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ട, അവിടെ നിന്ന് മിഅ്റാജിലേക്ക് സപ്തവാനങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി മാറേണ്ട കഅബത്തിന്റെ മുമ്പിൽ വെച്ച് മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടയാള് തെറ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അവിടെ തന്നെ സ്ഥലപ്പേര് വെച്ചു. ഇത് മുസ്ലിം ചരിത്രകാരന്മാര് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ചരിത്രം ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ, ഗിബ്ബൺ, എഡ്വേർഡ് ഗിബ്ബൺ. തിരുവനന്തപുരത്തെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉണ്ട് ആ പുസ്തകം. നിങ്ങൾ ലൈബ്രറിയിൽ പോയി നോക്കിയാൽ ആ പുസ്തകമുണ്ട്. ഞാൻ വളരെ മുമ്പൊരിക്കൽ സന്ദർശിച്ചിരുന്നു. ആ പുസ്തകം ഞാൻ കണ്ടിരുന്നു. കേരളത്തിലെ ബുക്ക് സ്റ്റാളിൽ കിട്ടൂല ബുക്ക്. നിങ്ങൾ ആമസോണിൽ എടുത്തിട്ട് ഗിബ്ബന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ എന്ന് നോക്കിയാൽ 10,000-നടുത്ത് റുപ്യ അതിന്റെ വില. 10,000 രൂപ എടുത്തിട്ട് പുസ്തകം വാങ്ങുന്ന ആൾക്കാർ ഇപ്പൊ കുറവാ. 300 രൂപ കൊടുത്താൽ മൊബൈൽ ചാർജ് ചെയ്ത് കിട്ടും. ആ 300 രൂപ കൊടുത്താൽ മൊബൈൽ ചാർജ് ചെയ്ത് കിട്ടുന്നതിനകത്ത് അവർ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എന്തെന്ന് അവർക്ക് വിട്ടുകൊടുക്കട്ടെ. ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ, എഡ്വേർഡ് ഗിബ്ബൺ. വാഷിംഗ്ടൺ ഇർവിംഗ്, ദ ലൈഫ് ഓഫ് മുഹമ്മദ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് അറബ്, ഫിലിപ്പ് കെ ഹിറ്റി, ദ ലൈഫ് ഓഫ് മുഹമ്മദ്, വാഷിംഗ്ടൺ ഇർവിംഗ്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവരൊക്കെ പറഞ്ഞില്ലേ മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഗിബ്ബൻ എഴുതിയിട്ടുണ്ട്. ഗിബ്ബന്റെ 8 വാള്യമാണ് ആ പുസ്തകം. മുട്ടാണിശ്ശേരി കോയക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞ കായംകുളത്ത് ഒരു ഖുർആൻ ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ആ പുസ്തകം ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്. കാരണം അദ്ദേഹം ന്യൂയോർക്കിൽ പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന പുസ്തക.
അതിനകത്ത് ഗിബ്ബൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം ഒരു പ്രഭാഷകന്റെ പ്രസംഗമല്ല, ലോക ചരിത്രത്തിന്റെ പ്രസംഗമാണ്. ഗിബ്ബൻ പറഞ്ഞ എന്താണെന്നറിയുമോ? ആയിരക്കണക്കിന് വർഷങ്ങളായി ലോക ചരിത്രത്തിന്റെ നെറുകയിൽ വിരാജിച്ച റോമാ സാമ്രാജ്യം, ഇറ്റലിയിൽ നിന്ന് അലക്സാണ്ടർ കടന്നു വന്ന പ്രദേശവും സ്പെയിനും പോർച്ചുഗലും അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ തീരപ്രദേശങ്ങളും ഈജിപ്ഷ്യൻ പ്രവിശ്യകളും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളും ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ അടുത്ത് വരെയും എത്തി ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച ജൂലിയസ് സീസറിന്റെ പിൻഗാമികൾ, അഗസ്റ്റസ് സീസറിന്റെ പിൻഗാമികൾ, റോമാ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി കാലിടറി വീണത് ഉദരത്തിന്റെ പരാതി ഉറക്കുപാട്ടാക്കിയ മുഹമ്മദിന്റെ മുമ്പിൽ മാത്രമാണ്. നോട്ട് എ എക്കണോമിക്കൽ പവർ, അത് സാമ്പത്തിക സ്രോതസ്സായിരുന്നില്ല. നോട്ട് എ പൊളിറ്റിക്കൽ പവർ, അത് രാഷ്ട്രീയ ശക്തിയായിരുന്നില്ല. ബട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത്, മുഹമ്മദിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ റോമാ സാമ്രാജ്യത്തിന്റെ കുതിരകൾക്ക് കാലിടറേണ്ടി വന്നു എന്ന് ഗിബ്ബൻ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദി റോമൻ എംപയർ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. മഹാനായ മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലു മുഹമ്മദ് റസൂലുള്ളാഹ്. കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചപ്പോൾ ഒരു വയല് പറഞ്ഞ മുസ്ലിയാരെ പ്രസംഗമേ ഉള്ളൂ എന്ന് കാണരുതാരും. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ചരിത്രമാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, മെലിഞ്ഞ ഒരു പെൺകുട്ടി പൂനെയിലെ സ്കൂളിൽ പഠിക്കുക, ഒരു പുസ്തകം നെഞ്ചത്ത് വെച്ചുകൊണ്ട് പോവാണ്. ഹൈസ്കൂളിന്റെ വരാന്തയിൽ ഒരു കത്ത് വന്നു. ആഴ്ചയിലാഴ്ച കത്ത് വരാറുണ്ട്. ജയിലിൽ നിന്നാണ് കത്ത് അയക്കുന്നത്, അച്ഛൻ അയക്കുന്ന കത്താണ്. അങ്ങനെ കത്തുകൾ ഇങ്ങനെ ഓരോന്ന് വായിച്ചപ്പോ ഒരു കത്തിൽ, മോളെ നിനക്കറിയുമോ മുഹമ്മദ് നബി എന്ന പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അറേബ്യയിലെ മക്കയിൽ ഭുജാതനായി മദീനയിൽ വെച്ച് മരണപ്പെട്ടു പോയ പ്രവാചകൻ അറിയുമോ? ലോക ചരിത്രം അമ്പരന്നു പോയ ലോക സംസ്കാരത്തിന്റെ മുമ്പിൽ വിസ്മയിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ പടവുകൾ ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ബഗ്ദാദും അതേപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളും യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ട് ആധ്യാത്മിക ഭൗതിക സമന്വയ ദർശനങ്ങൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാനുഭാവന മകൾ അറിയുമോ? 13 വയസ്സുകാരിയായ മെലിഞ്ഞ പെൺകുട്ടി പുസ്തകവും നെഞ്ചിൽ വെച്ചുകൊണ്ട് പൂനെയിൽ ഹൈസ്കൂളിൽ പോകുമ്പോ ആ കുട്ടി ആ പുസ്തകം വായിച്ചുകൊണ്ട് അച്ഛന്റെ കത്തിനകത്ത് പറഞ്ഞ ആ വ്യക്തിയെ മനസ്സിലാക്കി. ആ മകളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ മകൾക്ക് കത്ത് കൊടുത്ത അച്ഛനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്ര സംഗ്രഹം. മുഹമ്മദ് മുസ്തഫ. ഇന്ദിരാഗാന്ധി അത് വായിച്ചിട്ടതിന്റെ ഗുണം, ഇന്ദിരാഗാന്ധി, നമുക്ക് രാഷ്ട്രീയം എല്ലാവർക്കും വലിയ രാഷ്ട്രീയമാണ് ഇവിടെ, നമുക്കിവിടെ പൊളിറ്റിക്സ് ഇല്ല, പള്ളിയിൽ ചരിത്രമാണ്. ശ്രീമതി ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് നെഹ്റു. ബ്രിട്ടീഷുകാരോട് മോട്ടിലാൽ നെഹ്റു പറഞ്ഞു അത്ര, എത്ര കാശ് വേണം ഇന്ത്യ വിട്ടു പോകാൻ? ഇഫ് യു വാണ്ട്, നീ എന്താവശ്യപ്പെട്ടാലും ഐ വിൽ ഗീവ് യു, പ്ലീസ്. നീ രാജ്യം വിട്ടു പോയെന്ന് പറയാൻ ധൈര്യം കാണിച്ച കാശ്മീർ പണ്ഡിറ്റായിരുന്നു, സമ്പന്നനായിരുന്നു മോട്ടിലാൽ നെഹ്റു. ആ മോട്ടിലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട മകൻ ജവഹർലാൽ നെഹ്റു പൊന്നുമകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തെന്ന് 13 വയസ്സാണ്. മോളെ നിനക്കറിയുമോ മുഹമ്മദിനെ എന്നാ ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ മക്കളോട് എന്നെ പിൻപറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് നിസ്കാരം കളായിട്ടുണ്ട്, സുബഹിയൊക്കെ പലപ്പോഴും പണ്ട്. ഞാൻ ഉറപ്പിച്ച അള്ളാഹു പുറത്തരട്ടെ, ചിലപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പിന്നെ സുബഹി കളാത്തവരുണ്ടോ? എല്ലാരും കളാവാത്തവരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തരട്ടെ. ഞാൻ എന്റെ മോനോട്, എനിക്ക് പേടിയാ, എടാ നീ സുബഹി കളാക്കാ. പണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ ദേഷ്യം വരുമ്പോ നമുക്ക് പരിധി വിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ പിൻപറ്റുന്ന എന്റെ മോനോട് പറയാൻ പറ്റില്ല, എന്റെ ഭാര്യയോട് പ്രത്യേകിച്ചും. കാരണം എന്താ? ഗാന്ധി പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അല്ലേ? എന്റെ ജീവിതം എന്റെ സന്ദേശമാണ്, ഗാന്ധി പറഞ്ഞു. ഗാന്ധി എനിക്ക് ഇഷ്ടമാണ്. കയ്യിലൊരു മുളവടിയും പിടിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവായ MK ഗാന്ധി നടന്നപ്പോ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ചോദിച്ചു, ആരാ പോന്ന ആള്? കളിയാക്കി ചോദിച്ചതാ. ഒരു പിന്നെ ഉടുപ്പൊന്നും ഇല്ലാതൊരു കിളവൻ പോകുന്നു എന്ന് പറഞ്ഞു. ലാരി കോളിൻസിന്റെയും ഡൊമിനിക് ലാപ്പറിന്റെയും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകം നിങ്ങൾ വായിക്കേണ്ട പുസ്തകം. 2000-ലധികം ഡോക്യുമെന്റ്സുകൾ പരിശോധിച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. 2 ചരിത്രകാരന്മാരും ഇന്ത്യക്കാരല്ല, വിദേശീയരാണ്.
അപ്പൊ ഇയാളാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിലൊക്കെ ഗാന്ധി ആക്ഷേപിച്ചെങ്കിൽ 1947 ജനുവരി 1 നിർത്താറായോ? അരമണിക്കൂർ പറഞ്ഞൂടെ? ഖുർആൻ അല്പം പറയണ്ടേ? പറയാം. 47 ജനുവരി 1 6 അടി പൊക്കമുള്ള ഒരാള് ഒരു കറുത്ത കാറിനകത്ത് ഡൗൺ സ്ട്രീറ്റ് 10-ാം നമ്പർ മുറിയിലേക്ക് പോവാ. ലണ്ടനിൽ തെരുവുവിളക്കുകളൊക്കെ ഇങ്ങനെ തലേ ദിവസം രാത്രി കത്തി തണഞ്ഞിട്ടില്ല, മഞ്ഞാണ്. ഒരു പൊക്കമുള്ള ഒരാൾ ഇറങ്ങിച്ചെന്നു. ഒരു കറുത്ത കാറ് 6 അടിയിൽ മേലെ പൊക്കണ്ട്. ഒരു തടിച്ച മനുഷ്യൻ വന്നിട്ട് സ്വീകരിച്ചു. രണ്ടുപേരും കൂടെ അകത്തേക്ക് കടന്നു. ആ കടന്നു ചെന്ന ആളാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. കയറ്റിയാള് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ്. എന്താണ് അങ്ങ് ക്ഷണിച്ചത്? ഇന്ത്യ അറിയോ? അറിയാം. അവിടെ പോടം. എന്തിന്? സ്വാതന്ത്ര്യം കൊടുക്കാൻ. സ്വാതന്ത്ര്യം കൊടുക്കാൻ. കയ്യിൽ മുളവടിയും പിടിച്ച് നടന്ന ഈ കിഴവനോ എന്ന് പരിഹസിച്ച പ്രധാനമന്ത്രിക്ക് മൗണ്ട് ബാറ്റനോട് പറയേണ്ടി വന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോകണം. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അദ്ദേഹം പല രീതിയിൽ ഒഴിഞ്ഞു മാറി. അവസാനം യോർക്ക് 102 എന്ന വിമാനത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റൻ പ്രഭുവും പരിവാരങ്ങളുമായി ഇന്നത്തെ രാഷ്ട്രപതി താമസിക്കുന്ന വൈസ്രോയി മന്ദിരമാണെന്ന്. വൈസ്രോയി മന്ദിരം, അതാണ് ഇന്നത്തെ പ്രസിഡന്റിന്റെ മന്ദിരം. ആ മന്ദിരത്തിലെ താമസിക്കാൻ വേണ്ടി ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭു വിക്ടോറിയ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിൽ വന്നിറങ്ങി. തൊട്ട് പിന്നിലുണ്ട് എഡ്വിന മൗണ്ട് ബാറ്റൻ. കുറച്ച് വളർത്തുപട്ടിയുണ്ട്, വിമാനത്തിൽ കൊണ്ടുവന്നതാ. അകത്തേക്ക് കയറിയപ്പോ, പട്ടിയുമായി അകത്തേക്ക് കയറിയപ്പോ എഡ്വിന മൗണ്ട് ബാറ്റൻ പ്രഭു വൈസ്രോയി മന്ദിരത്തിലെ ഇന്നത്തെ രാഷ്ട്രപതി ഭവനായി പിന്നീട് മാറിയ വൈസ്രോയി മന്ദിരത്തിലെ പരിചാരകരോട് പറഞ്ഞു, "Can you give me some chicken fry?" എനിക്കല്പം ചിക്കൻ പൊരിച്ചത് തരും. മാഡം, എന്നുവെച്ചാൽ രാഷ്ട്രപതിയുടെ പ്രഥമ പൗരനാണ് വൈസ്രോയി. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുമ്പോ പ്രഥമ വനിതയല്ലേ? യെസ്. ആർക്കാണ്? പട്ടിക്ക് കൊടുക്കാനാണ്. പട്ടിക്ക് കൊടുക്കാനാണെന്ത്? പട്ടിക്ക് കൊടുക്കാനായി കോഴിയുടെ, നാടൻ കോഴിയുടെ കരള് വറുത്തുകൊണ്ട് കൊടുത്തപ്പോ തളികയിൽ വെച്ചിട്ട് കഥപടച്ചകത്ത് കയറിയിട്ട് എഡ്വിന വിശപ്പ് തീരുന്നത് വരെ കഴിച്ചുവെന്ന് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതി വെച്ചു ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിൽ. കാരണം പട്ടിണി കിടന്ന നാട്ടിൽ നിന്നാണ് എഡ്വിന വന്നത്. കയ്യിൽ മുളവടിയും പിടിച്ചു നടന്ന വിരുദ്ധനോ എന്ന് ചോദിച്ചാക്ഷേപിച്ച ആ വിരുദ്ധന്റെ പാദസ്പർശമേറ്റ ഗംഗയും യമുനയും സരയും നദിയും ഒഴുകുന്ന സാമവും അഥർവവും യജസ്സും ഋഗ്വേദവും ആരണ്യകവും ഉപനിഷത്തും ഇതിഹാസങ്ങളും വേദങ്ങളും ഖുർആനും കൊണ്ട് ആധ്യാത്മികതയുടെ മന്ത്രോച്ചാരണം ഒഴുകുന്ന ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയിൽ, ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്നിറങ്ങിയ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് പട്ടിക്ക് കൊടുത്ത കോഴിയിറച്ചി ആവേശത്തോടെ തിന്നാനുള്ള വിധി അല്ലാഹു കൊടുത്തെങ്കിൽ ചരിത്രം അങ്ങനെയാണ്. ചരിത്രം ആവർത്തിക്കപ്പെടും. നിഷേധിക്കപ്പെട്ടവർ പിന്നീട് തിരുത്തപ്പെടും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈലി വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വ തുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വ തർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ കടന്നുപോയി, പറഞ്ഞുപോയി. അങ്ങനെയുള്ള ഗാന്ധിയെ ആക്ഷേപിച്ചവർ അവസാനം ഗാന്ധിയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകനെ വിമർശിച്ചവർ പ്രവാചകനെ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതായി നിങ്ങൾക്കറിയാൻ കഴിയില്ലേ? സയ്യിദിന മുഹമ്മദ് മുസ്തഫ ആരാണ് അയാൾ? അതോടെ നിങ്ങൾക്ക് പറയാം. ഞാൻ ആരുടെ പുസ്തകം തന്നെ പറഞ്ഞാൽ, ലിയോപോൾഡ് വൈസ്. എവിടെ ജനിച്ചോ? ജർമ്മനിയിൽ. ഏത് കുടുംബത്തിൽ? ജൂത കുടുംബത്തിൽ. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടുള്ള ഇഷ്ടം പറയണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോഴും. വിമർശിച്ചെഴുതുക. അന്ന് ഈ റേഡിയോ അല്ല, പിന്നെ TV ഒന്നുമില്ല, റേഡിയോ ഒക്കെ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോ ഇതെല്ലാരും വായിച്ചിട്ട് സത്യാന്ന് വിശ്വസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ സ്വപ്നം കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം. അയാളൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഒരു തീവണ്ടി നിറച്ച ആൾക്കാരുമായിട്ട് ഒരു തീവണ്ടി പാളത്തിലൂടെ ഇങ്ങനെ വരിക. വരുമ്പോ തീവണ്ടിയുടെ പാളം ചതുപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട പാലത്തിലെത്തിയപ്പോ പാളം തെറ്റി ബോഗികൾ നിലത്ത് വീണു. ഇയാളും അതിൽ പാസഞ്ചറാണ്, യാത്രക്കാരനാണ്.
താഴെ വീണപ്പോ ചതുപ്പ് സ്ഥലത്തേക്ക് വീണത് കൊണ്ട് ശ്വാസം മുട്ടി തല പൊക്കാൻ കഴിയാതെ മരിക്കാൻ പോവാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രീമാണ്, സ്വപ്നമാണ്. അങ്ങനെ വീഴുന്നു കിടക്കുന്ന സമയത്ത് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി. ആ സമയത്ത് കന്തൂറ ധരിച്ച, മുഖം മറച്ച ഒരറബി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. അറബിയുടെ കയ്യിൽ പിടിച്ച് എന്നെ ആ അറബിയുടെ കൈയുടെ സഹായത്താൽ പുറത്തെത്തിച്ചു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്കത് മനസ്സിലായില്ല എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന്. കുറച്ചു കൊല്ലം കഴിഞ്ഞു. എന്റെ അമ്മാവൻ ഈജിപ്തിലേക്ക് എന്നെ വിളിച്ചു, പത്രക്കാരനായി അവിടെ ചെന്നു. പിന്നെ ഇറാഖിൽ വന്നു, ഇറാനിൽ വന്നു. അവസാനം ഞാൻ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചു. ഞാൻ അറിയാതെ തന്നെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ ആശയം കടന്നു വരാൻ തുടങ്ങി. പ്രവാചകന്റെ പാദസ്പർശമേറ്റ നാട്ടിൽ വെച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ വിശ്വസിച്ചു. നേരെ ഞാൻ പോയി മദീനയിലേക്ക്, റൗളയിലേക്ക് ഞാൻ പോവുകയാണ്. റൗള ഷരീഫിന്റെ മുമ്പിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പച്ചത്താഴിക കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന നേതാവേ, അങ്ങയുടെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളുടെ അറകൾ എന്ന പുസ്തകം നിങ്ങൾ വായിക്കൂ. അതിനകത്ത് നിങ്ങൾ കാണാം, കാശ്മീരിൽ വെച്ചുകൊണ്ട് ബഷീർ ഇദ്ദേഹത്തെ കണ്ടു, ഒരു തൊപ്പിയും വെച്ച് താടിയും വെച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് 7000-ൽ പരം വരുന്ന ഹദീസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം നടന്ന് വിൽക്കുന്നതായി കണ്ടു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ. ആരെക്കുറിച്ച്? മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം എഴുതിയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അസദ്, ദ റോഡ് ടു മക്ക. പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മൊറോക്കോയിൽ വെച്ച് മരിച്ചു 90-ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകമാണ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയത് എം.എൻ. കാരശ്ശേരിയാണ്. പുസ്തകം തിരുവനന്തപുരത്ത് വാങ്ങാൻ കിട്ടും. കാരശ്ശേരി മാഷിനെ കൊണ്ട് തന്നെ അല്ലാഹു അത് എഴുതിപ്പിച്ചു. പടച്ചവന്റെ കുതിരത്ത് കണ്ടോ? കാരശ്ശേരി മാഷിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. നമുക്ക് മാഷിനെ ബഹുമാനുണ്ട്. All persons are equally entitled to freedom of conscience and the right to freely practice and propagate religion. നമുക്ക് എതിർപ്പ് ഇതിനകത്തുള്ളത് state shall endeavor to secure for the citizen a civil code uniform throughout the territory of India. അവിടെ നമ്മൾ തമ്മിൽ ഇച്ചിരി തെറ്റ്. ആദ്യം പറഞ്ഞാൽ വി ആർ വൺ. ഇന്ത്യയിലുള്ള എല്ലാവരും സഹോദര ഹിന്ദുക്കൾ. അപ്പുറത്ത് ക്ഷേത്രമുണ്ട്, അപ്പുറത്ത് ക്രിസ്ത്യൻ ദേവാലയമുണ്ട്, പാളയം പള്ളി. നമ്മളെ സഹോദരങ്ങളല്ലേ. രാത്രി നമുക്ക് എവിടെങ്കിലും പോയി വഴിതെറ്റിപ്പോയാ ഒരു പേടിയും വേണ്ട. അമ്പലത്തിന്റെ മുറ്റത്ത് നമുക്ക് കിടക്കാം, ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കിടക്കാം. ആലപ്പുഴ സമസ്തന്റെ സമ്മേളനം നടക്കുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ കടലിന്റെ തീരത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ സമ്മേളനത്തിന് വന്നു. പള്ളിയൊക്കെ നിറഞ്ഞു. കടപ്പുറം മൊത്തം നിസ്കരിക്കാൻ ആൾക്കാർ കൂടി. അവസാനം ബിഷപ്പ് ഹൗസ് തുറന്നു കൊടുത്തു. ആര്? മുസ്ലിങ്ങൾ. എന്നിട്ട് ചോദിച്ചിട്ടൊന്നുമല്ല, ബിഷപ്പ് വന്നിട്ട് പറഞ്ഞു, വെൽക്കം ആ സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നിസ്കരിക്കണോ? നിസ്കരിച്ചോ. പള്ളി മുറ്റത്ത് നിസ്കരിക്കണോ? നിസ്കരിച്ചോ. ഒന്നു കൊടുക്കാൻ അപ്പുറത്ത് വെള്ളം ഉണ്ടെന്ന്. അച്ഛന്റെ അരമന ബിഷപ്പിന്റെ റൂം തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, വിശ്രമിക്കണേ, അവിടെ നിന്ന് വിശ്രമിച്ചോ, കുടിക്കാൻ വെള്ളം കൊണ്ടുതരാം. ഇതാ കേരളം, ഇതാണ് ഭാരതം. സൂറത്തുൽ ബഖറ. ബഖറ ഖുർആനിൽ എത്രാമത്തെ സൂറത്താ? 3-ാമത്തെയോ? 2. കഅബ നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പറഞ്ഞു. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ദുആ ഉണ്ട്. ആ ദുആയി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീതി സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞാനും എന്റെ പൊന്നുമോനും നിർമ്മിച്ച ഈ കഅബയെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? റുക്നുൽ യമാനിയും റുക്നുൽ ശാമും ഹജറുൽ അസ്വദും അതിന്റെ ഓരോ മൂലയും ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറ്റമില്ലാതെ നിങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാണാത്ത കാണുന്ന റബ്ബേ,
ഞങ്ങൾ കേൾക്കാത്ത കേൾക്കുന്ന റബ്ബേ, ഞങ്ങൾ നോക്കിയാൽ കാണാത്ത ന്യൂനത കാണാൻ കഴിവുള്ള നാഥ, നീ ന്യൂനത കണ്ടേക്കാം, അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, എന്നെയും എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. സൂറത്തുൽ ബഖറ അടുത്ത ആയത്ത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് സൂക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വബ്അഥ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിക. റബ്ബനാ വബ്അഥ് ഫീഹിം, അല്ലാഹുവേ ഇവരിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ. യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ വബ്അദ് ഫീഹിം റസൂല, ഈ മക്കയിൽ നിന്ന്, ഈ ജനപ്രദേശമല്ലാത്ത സ്ഥലത്ത് നിന്ന്, ആ മലയുടെ പ്രദേശങ്ങളിൽ നിന്ന് റബ്ബേ നീ ഒരു ദൂതനെ അയക്കണമേ തമ്പുരാനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തോതി കൊടുക്കുന്ന വയുഅല്ലിമുഹുൽ കിതാബ, നിന്റെ കിതാബ് ഓതി കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന, പോരാ വയുസക്കീഹിം, ഹൃദയത്തെ കറങ്ങിച്ചെന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അയക്കണേ എന്ന് വാപ്പയും മോനും അവിടെ വെച്ചുകൊണ്ട് ദ്വാരെന്നതിന്റെ തൊട്ടുമുറ്റത്ത് 4000 കൊല്ലത്തിന് ശേഷം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭവിക്കപ്പെട്ട പുണ്യഭൂമിയിൽ സഫാ മർവ കുന്നിന്റെ താഴെ അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിൽ ഇരിക്കുന്നു ആ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്കിയ ആ പേരിട്ട സ്ഥലം, ആ പേരിട്ട സ്ഥലം നോക്കിയ ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് കോർത്ത് ഇനി ഒരായത്തുള്ള സൂറത്തു ആല ഇമ്രാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്ന അല്ലാഹു, തീർച്ചയായും അല്ലാഹു ഔദാര്യം ചെയ്തു, അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്, ഇദ് ബഅസ ഫീഹിം, അവരിലേക്ക് അയച്ചു, റസൂലൻ, ഒരു ദൂതനെ, യത്ലൂ അലൈഹിം, അവർക്ക് ആ ദൂതൻ ഓതി കൊടുക്കുന്നു, ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വയുസക്കീഹിം, ആ ദൂതൻ അവരെ സംസ്കരിക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതി കൊടുക്കുന്നു, ഖുർആൻ ഓതി കൊടുക്കുന്നു, വൽ ഹിക്മത, തത്വജ്ഞാനം ഓതി കൊടുക്കുകയും ചെയ്യുന്ന നബിയെ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതിലൂടെ മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് പടച്ചവൻ ഔദാര്യം ചെയ്തു. ഈ നബി വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ, നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ലോക ചരിത്രമല്ലേ. നബിയുടെ മദ്ഹ് പാടാത്ത, ഞാൻ ഖുർആനിലേക്ക് വരികയാണ്, നബിയുടെ മദ്ഹ് പാടാത്ത ഭാഷയുണ്ടോ? ഏത് ഭാഷക്കാരാ നബിയുടെ മദ്ഹ് പാടാത്തുള്ളത്? ചിലരെ ചോദിച്ചു, നമ്മൾ ഈ മൗലൂദൊക്കെ ഓതുമ്പോൾ ചിലർക്ക് സംശയം, നബിയുടെ സഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോന്നാ. ഞാനും നോക്കിയിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോ പടച്ചവനെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നൊരു സഹാബിയുണ്ട്, റളിയല്ലാഹു അൻഹു പറ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തൊക്കെ കൊണ്ട് പാട്ടുപാടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുവാണെങ്കിൽ ഏത് ഭാഷയിലാ പാടുക? ഏത് ഭാഷയിലായിരിക്കും? ഇംഗ്ലീഷോ മലയാളോ അറബിയോ? അറബി. ശബീഹു കബദറുൽ ലൈലി ബല്ലന്തൻ വറൂ
ووجهك من ماء بلاحات أزهر وثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر. അതിന്റെ അർത്ഥം എന്താ ശ്രദ്ധിക്കണേ. ശബീഹുക ബദറുൽ ലൈൽ, 14 രാവിൽ പൊട്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ മേഘക്കീറിൽ ഒളിച്ചു നിൽക്കാതെ നിലാവ് പുറത്തേക്ക് തലനീട്ടിയ രാത്രിയിൽ നിലാവേ നിലാവേ നിനക്കെന്തഴകെന്ന് പറഞ്ഞ് പൗർണമിയെ ഒരാള് കണ്ടാൽ, 14 രാവിലെ ചന്ദ്രനെ ഒരാള് കണ്ടിട്ട് നിലാവിന്റെ അഴക് മുഴുവനും തന്റെ കണ്ണിലും ഹൃദയത്തിലും ആവാഹിച്ചിട്ട് നേരെ തിരിഞ്ഞാൽ നബിയെ അങ്ങയുടെ മുഖമെങ്ങാനും കണ്ടാൽ ബല്ലന്തൻ വറൂ, ചന്ദ്രൻ ലജ്ജിച്ചു പോകുന്ന തോട്ടക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന മുഖമല്ലേ അങ്ങയുടെ മുഖം മുത്തേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ സഹാബിയ. തീർന്നില്ല തീർന്നില്ല. ശബീഹുക ബദറുൽ ലൈലി ബല്ലന്തൻ വറൂ വവജ്ഹുക മിമ്മായിൽ മലാഹാത്തി അസ്ഹറു. സ്ഫടിക പാത്രത്തിൽ വെള്ളം വീണാൽ സ്ഫടികം തനിയെ തിളക്കമുള്ളതാണ്. അതിൽ വെള്ളത്തുള്ളി വീണാൽ എന്ത് തിളങ്ങുമോ അതുപോലെ തിളക്കമല്ലേ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. വഫുലുക കാഫൂറുൻ വറുബുക അംബറു വഹുമസുക യാഖൂതുൻ വബാഖീക ജൗഹറു. നബിയേ അങ്ങയുടെ ശരീരത്തിന്റെ 1/3 കർപ്പൂരമോ, വറുബുക അംബറു 4/1 അത്തിറോ, വഖുമുസുക യാഖൂതുൻ 5/1 മാണിക്യമോ, വബാഖീക ജൗഹറു ബാക്കി മുഴുവനും രത്നമോ മുത്തേ രത്നമോ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത് 1400 കൊല്ലം മുമ്പ്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം പാടി. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ മലയാള കവിതയോടെ ചൊല്ലാം. ഇന്ന ബൈതൻ അന്താ സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജ്. വല്ല വീട്ടിലും അങ്ങ് താമസിച്ചാൽ അവിടെ വിളക്കിന്റെ ആവശ്യമില്ല നബിയേ. ആയിഷ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹാ, ഒരിക്കൽ ഞാൻ മുണ്ട് നെയ്യുകയാണ്. രാത്രിയായി പെട്ടെന്നൊരു കാറ്റടിച്ചോ. ബുറിഞ്ഞ കീറിപ്പോയ മുണ്ട് തുന്നുകയാണ്. കാറ്റടിച്ചപ്പോ കത്തിച്ചു വെച്ച വിളക്കടഞ്ഞു പോയി, സൂചി താഴെ പോയി. ഇരുട്ടത്ത് ഞാൻ അങ്ങനെ തപ്പിത്തടഞ്ഞിരിക്കുമ്പോ റസൂലുള്ള കടന്നു വന്നു. ഫജാഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈന, നബി ഞങ്ങളിലേക്ക് കടന്നു വന്നു. നബിയുടെ കാലിന്റെ പ്രകാശത്തിൽ നിന്ന് നിലത്ത് കടന്ന സൂചി ഞാൻ കണ്ടെടുത്തെന്ന് ബീവി ആയിഷ. നമ്മളെങ്ങനെ വീട്ടിൽ കയറിയാലോ പ്രകാശമാണ്, നമുക്ക് പ്രകാശമാണ്. അല്ലാഹു പ്രകാശം തരട്ടെ. നിലത്ത് കടന്ന സൂചി കണ്ടെടുത്തു എന്ന് പ്രകാശം കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മങ്കൂസ് മൗലൂദ് ചൊല്ലി. ബൂസൂരിയുടെ ബുറുദ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയിട്ടുണ്ട്. നവാസ് മാനാൻ ഇപ്പൊ പോകുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയി ബൂസരി ഇമാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മൊത്തത്തെ ഈ ബുറുദ വരികളാ, 165 വരിയ ഭിത്തി മൊത്തം. 2 തവണ ഞാൻ പോയി, അല്ലാഹു സ്വീകരിക്കട്ടെ. കിബർ പറഞ്ഞല്ല കേട്ടോ. ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഒരു പദ്യം അങ്ങ് പാടി. അല്പം പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചൊല്ലിയതാ.
ഫാഖൻ നബീന, എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. പച്ചത്താഴികക്കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആമിനാന്റെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. ആകൃതിയിലും പ്രകൃതിയിലും. വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി, ലോകത്തുള്ള സർവ പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞ് മലക്കുകളെ വിസ്മയിപ്പിച്ച ആദം നബിയാവട്ടെ, ബിസ്മില്ലാഹി മജ്രാഹാ വ മുർസാഹാ എന്ന് പറഞ്ഞ് കപ്പലോടിച്ച നൂഹ് നബിയാവട്ടെ, പക്ഷികളോടും ഉറുമ്പുകളോടും കിന്നാരം പറഞ്ഞ സുലൈമാൻ നബിയാവട്ടെ, 4 പക്ഷികളെ പിടിച്ചറുത്ത് കൂട്ടിക്കുഴച്ച് പേര് ചൊല്ലി വിളിച്ചപ്പോൾ പറന്നു വരത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് ശ്രേഷ്ഠനാക്കപ്പെട്ട ഇബ്രാഹിം നബിയാവട്ടെ, ചെങ്കടലിൽ വടികൊണ്ട് നടിച്ചപ്പോൾ പിളർത്തപ്പെട്ട് ഫറോവയുടെ സൈന്യങ്ങളെ വിസ്മയിപ്പിച്ച ബഹുമാനപ്പെട്ട മൂസാ നബിയാവട്ടെ, കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ടുകാരെയും അന്ധരെയും തടകി സുഖപ്പെടുത്തിയ റൂഹുല്ലാഹി ഈസയാവട്ടെ, അങ്ങയുടെ ഇൽമിന്റെ അടുത്ത് എത്തിയിട്ടില്ല മുത്തേ, അങ്ങയുടെ അറിവിന്റെ അടുത്ത് എത്തിയിട്ടില്ല റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല ഹബീബേ മുഹമ്മദ് മുസ്തഫ. ബൂസരിന്റെ പുറവെയാ ചൊല്ലിയ ഒരുപാടുണ്ട്. ഒരു 10 ദിവസം പ്രസംഗിച്ച ഇതെന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്, അത്ര മദ്ഹ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ ഭാഷയിലും ഗിബൺ, നെഹ്റു, വാഷിംഗ്ടൺ ഇർവിങ്, പിന്നെ മിൽസ്, റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു, സി രവിചന്ദ്രൻ, എല്ലാരും ഉണ്ട്. മുഹമ്മദ് മുസ്തഫ പറയാതെ പറ്റില്ല. അവര് പറയുമ്പോ തെറ്റ് പറയുമ്പോൾ അറിവില്ലായ്മയാ. റസൂലുള്ളാഹി അവസാനം മാതൃഭൂമിയിൽ സ്ഥിരം കവിത എഴുതുന്ന സുകുമാർ കക്കാട് എഴുതി. ഞാനിങ്ങനെ വായിച്ചു, എന്താ പഠിച്ചോനെ എഴുതിയത്? സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളം ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ട് ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഭർത്യരക്തക്കറ പറ്റിയ ദംഷ്ടയിൽ മന്നൊന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശ ധാവള്യത്തിൻ നിത്യ പ്രവാഹാൽ തീർത്ത പ്രബോധക, അങ്ങയ ചൂഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർദ്ധിച്ച സാത്വിക, പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക, എത്രയും സൗമ്യനാണെങ്കിലും ശത്രുവിനിന്തിനുരുക്ക് വാളാകിന വിക്രമ, വിസ്തരതേക്കാൽക്കൽ വീണീടിലും ജീർണമാം വസ്ത്രേന ഗാത്രം പുതച്ച നിർപോത്തമ, വായിപ്പീനെന്ന അത്യുന്നതങ്ങളിൽ നിന്ന് വാതുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പീൻ പശിക്കെതിരെ ആദ്യത്തൊരംഗം കുറിച്ചൊരവശ സംരക്ഷക, ക്ഷമിപ്പീൻ ക്ഷമാശീലനാണ് എത്രയും ശക്തരെന്നോദിയ വേദപാരംഗത, അങ്ങയ ചോഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും.
സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ പാടേണ്ടത്? ഇനി ആരാ പാടേണ്ടത്? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിക്കലും മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് തൗഹീദ് പഠിച്ചെങ്കിലേ നമുക്ക് കാര്യം ഗ്രഹിക്കൂ. അതുകൊണ്ട് ആ പണ്ട് ഫത്ഹുൽ മീനൊക്കെ എഴുതി വെച്ചത് ആദ്യം നബിയെ കുറിച്ച് പഠിപ്പിക്കാൻ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര ഭാഷയിൽ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ?